ഈ സുധാകരൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഈ സഹോദരൻ ഭുവനേശ്വരന്റെ കൊലപാതകത്തിന് കാരണം എസ്.എഫ്.ഐ പ്രവർത്തകരാണ്. അവരുടെ നേതാവായിട്ടുള്ള സി എസ് സുജാതയ്ക്കെതിരെ പരാമർശം നടത്തിയിട്ടുണ്ട്. നായർ വീടുകളിൽ മാത്രം പോകുന്ന ആളാണ്, നായരാണെന്ന് പറയാൻ ഇല്ല, പോകുമ്പോൾ സ്കൂളിൽ പോകുന്ന ആളാണ് പരാമർശം. അത് ഈ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാള് ഈ നശിക്കാൻ തീരുമാനിച്ച് ശത്രുപക്ഷത്ത് ചേർന്നാൽ പിന്നെ അധപ്പതനത്തിൻ്റെ ഭാഗമായി എന്തും വിളിച്ചു പറയുന്ന അവസ്ഥയെടുക്കും. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ സുധാകരൻ്റെ വാക്കുകൾ മാറുന്നത്. സ്വന്തം സഹോദരനായ ഭുവനേശ്വരൻ കൊല ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് സുധാകരനും നാട്ടിനും എല്ലാം അറിയുന്ന കാര്യമാണ്. സുധാകരൻ എസ്.എഫ്.ഐയുടെ നേതാവായിരുന്നു. അന്ന് തൊട്ട് സുധാകരൻ പറഞ്ഞു വന്ന കാര്യങ്ങൾക്കെതിരായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് സ്വന്തം സഹോദരൻ്റെ രക്തസാക്ഷിത്വത്തെ പോലും അപമാനിക്കുന്ന പ്രസ്താവന നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നാണ്. അതാണ് അധപ്പതനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അതോടൊപ്പം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇവിടെ സുജാതക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് കൃത്യമായി സ്ത്രീത്വത്തെ അവമാനിക്കുന്ന പരാമർശങ്ങൾ അടക്കമുണ്ടായിട്ടുണ്ട്. അതൊരു സ്ഥാനാർത്ഥി ചെയ്യാൻ പാടില്ലാത്തതാണ്, അങ്ങേയറ്റം അപലപനീയമായൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുവരാത്തൊരു രീതിയാണത്. പക്ഷേ സുധാകരൻ ആ രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ചില പ്രത്യേക വികാരങ്ങൾ അവിടെ ഉയർത്തിവിടാനുള്ള ശ്രമം, അതും ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കാണാൻ സാധിക്കും. അതൊന്നും അമ്പലപ്പുഴയിൽ ഏശുന്ന കാര്യമല്ല. അമ്പലപ്പുഴ പുന്നപ്ര വയലാറിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന നാടാണ്. പുന്നപ്രയുടെ മണ്ണാണ്. അവിടെ ഒരു തരത്തിലുള്ള പോറലും LDFന് ഇത്തരം അവസരവാദ നിലപാടിലൂടെ ഉണ്ടാക്കി കളയാമെന്ന് വ്യാമോഹിക്കേണ്ട. ഏതായാലും ശത്രുപാളയത്തിൽ എത്തിച്ചേർന്നതിൻ്റെ ഭാഗമായി അവരെ പ്രീതിപ്പെടുത്താൻ ഇനിയും ചിലപ്പോൾ ഇതുപോലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായേക്കാം എന്ന് മാത്രമേ കാണുന്നുള്ളൂ.